നമസ്കാരം. കണ്ടുമറയുന്ന ഓരോ കാഴ്ചകളും ഓർമ്മ പുസ്തകത്തിലെ ചിത്രങ്ങളാണ്. വാർത്താജാലകങ്ങളിൽ ബാക്കിയാവുന്ന വാസ്തവങ്ങളുമായി കാഴ്ചയ്ക്കപ്പുറം വീണ്ടും. ജീവൻ നിലനിർത്താൻ സുമനസ്സുകളോട് അപേക്ഷിക്കുകയാണ് കണ്ണൂർ പെരളശ്ശേരി സ്വദേശിനി രേഷ്മ. വൃക്കരോഗത്തെ തുടർന്ന് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന രേഷ്മയുടെ ചികിത്സയ്ക്കായി പണമില്ലാതെ വിഷമിക്കുകയാണ് ബന്ധുക്കൾ. രേഷ്മയുടെ കഥനകഥയാണ് ഈ ലക്കം കാഴ്ചയ്ക്കപ്പുറം ആദ്യം പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. കടുത്ത വൃക്കരോഗമാണ് കണ്ണൂർ പെരളശ്ശേരി പഞ്ചായത്തിലെ കുഴിക്കിലായി CP മോഹനൻ ശോഭന ദമ്പതികളുടെ മകൾ രേഷ്മയെ ഈ അവസ്ഥയിലാക്കിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പല ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയത്. വേറെ മണിപ്പാലിൽ പോയിട്ടുണ്ട്, പിന്നെ ഹൈദരാബാദ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റി വെച്ച അമ്മ സുഖപ്പെടുന്നു. വിളവത്തെ ഒരു പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അത്രയും ഗ്യാരണ്ടി തന്നെയാണ്. നമുക്ക് ഒരു കുഴപ്പമില്ല, നീ ധൈര്യത്തിൽ നിന്നുള്ളത് തന്നെയാണ് ഇപ്പം പറയുന്നത്. അങ്ങനെ തന്നെയാണ്, എന്തായാലും തിരിച്ചു കിട്ടുന്നതിന്. പക്ഷേ കുറച്ച് ചിലവ് കൂടുതൽ കാണുന്നത് തന്നെ. ശ്രദ്ധപ്പെട്ട ഒരു 5 വർഷത്തിന് മേലെ പ്രസവത്തോടെയാണ് വന്നതിന്. നീരും ഇതെല്ലാമായിട്ട് വന്നതാണ്. അപ്പം പിന്നെ പ്രസവത്തോടെ കൂടുതൽ നീര് വന്ന് അങ്ങനെയാണ് പ്രശ്നം വന്നത്. ഇപ്പോൾ ചെറുപ്പത്തിലിപ്പോൾ ഇത് മൊത്തത്തിൽ പഴുപ്പ് എന്തോ വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമാകാൻ ഉള്ളൊരിതിലാണ് ഇപ്പോൾ. കിഡ്നിയിലെ പഴുപ്പായിരുന്നു പ്രശ്നം. വിദഗ്ധ ചികിത്സയ്ക്കൊടുവിൽ ഇക്കഴിഞ്ഞ 12-ാം തീയതി രേഷ്മയെ ഡോക്ടർ ശ്രീലതയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ഓപ്പറേഷന് വിധേയയാക്കി. മാതാവ് ശോഭനയുടെ കിഡ്നിയാണ് രേഷ്മയ്ക്ക് മാറ്റിവെച്ചത്. ഓപ്പറേഷന് ശേഷം നിലവിൽ നെഫ്രോളജി വിഭാഗം ICUവിലാണ് രേഷ്മ. ഭർത്താവ് അനീഷും മാതാപിതാക്കളുമാണ് രേഷ്മയുടെ സഹായത്തിനുള്ളത്. ക്യാൻസറാക്കി വന്നു, ഞാൻ പുറത്തായിരുന്നു. ഞാൻ ക്യാൻസറാക്കി വന്നതാണ്. വൈഫിൻ്റെ അസുഖം അറിഞ്ഞതിന് ശേഷം ക്യാൻസറാക്കി വന്ന് ഇപ്പോൾ ഇതെല്ലാം മാറിയിട്ട് ഇനി പോകാൻ പറ്റുമെങ്കിൽ പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും ചെയ്യാന്നുള്ളതാണ്. ഇത്ര വലിയ പൈസ 5 വർഷത്തോളമായി ചികിത്സയായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പ്രകൃതി ചികിത്സയും പല ഇതും കൊണ്ട് നടന്നത് ലാസ്റ്റാണ് ഇവിടെ എത്തിയത്. ഇവിടുത്തെ ഡോക്ടർമാരെ ഒറ്റ കൈ കൊണ്ടാണ് ഇത്രയും ഇതായിട്ട് പിടിച്ച് നിൽക്കുന്നത്. എന്തായാലും ഒരു 10 ലക്ഷം റുപ്യോളം ഇപ്പം തന്നെ ചിലവായിട്ടുണ്ടാവും. ഇനിയും അങ്ങോട്ടേക്ക് വലിയ ചിലവ് വരുന്ന പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആൾ തിരിച്ച് കിട്ടുമെന്ന് നമുക്ക് ഡോക്ടർ അത്ര ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പം ഡോക്ടറെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടർ അത്ര നീറ്റായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ രേഷ്മയുടെ കുടുംബത്തിന് ചികിത്സയ്ക്കും മറ്റുമായി 8 ലക്ഷത്തിലേറെ രൂപ ചിലവായി കഴിഞ്ഞു. ഇതിനകം 83 പ്രാവശ്യമാണ് രേഷ്മയ്ക്ക് ഡയാലിസിസ് ചെയ്തത്. പരിശോധനയ്ക്കും മരുന്നുകൾക്കുമായി നിത്യേന 20,000 രൂപ വീതമാണ് ചെലവ്. രോഗവിമുക്തയാകണമെങ്കിൽ ഇനിയും ലക്ഷങ്ങൾ ചികിത്സാ ചെലവിനായി വേണ്ടിവരും. ഇഞ്ചക്ഷൻ വലിയ ചിലവ് വരുന്ന പറഞ്ഞത്. അതിപ്പോൾ നമുക്ക് എങ്ങനെയും ആകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഡെയിലി ചിലവല്ല. നമ്മളെ മൊത്തത്തിലും ചിലവാണ് വലിയ പൈസ വരുന്നുണ്ട്. 20 റുപ്യോളം അടുപ്പിച്ച് വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ചിലവ് മറ്റേതെല്ലാമായിട്ട് 8,000 റുപ്യാണ് വാടക മാസം വരുന്നത്. അങ്ങനെയുള്ള 3 പെൺമക്കളും അച്ഛനും അമ്മയാണ്. സ്വർണ്ണപ്പണിക്കാരനായ ഭർത്താവ് അനീഷും രേഷ്മയുടെ കൂലിപ്പണിക്കാരായ മാതാപിതാക്കളും ചികിത്സാ ചെലവിന് വഴി കാണാതെ കടുത്ത മനപ്രയാസത്തിലാണ്. ആശുപത്രി മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണുള്ളത്. കിഡ്നി മാറ്റി വെച്ചാണ്. ഇപ്പോൾ കിഡ്നിയിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ ബുദ്ധിമുട്ടിലാണുള്ളത്. 1 ലക്ഷം റുപ്യോളം മരുന്ന് ഇഞ്ചക്ഷൻ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കാരുണ്യത്തിൻ്റെ എല്ലാം കിട്ടിയതെല്ലാം ഏകദേശം കഴിഞ്ഞ് ഇപ്പം 2 ആഴ്ചയോളമായി നമ്മളിവിടെ ചികിത്സയിൽ കിടക്കുന്നത്. നമ്മൾ പിന്നെ വാടക വീടെടുത്തിട്ടാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. സന്മനസ്സുള്ളവർ
എന്നും കഴിവ് സഹായിച്ചെന്ന് പറയുന്നു. 5 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞാണ് രേഷ്മയ്ക്കുള്ളത്. ഇവരുടെ ചികിത്സയ്ക്ക് ധനം സ്വരൂപിക്കുന്നതിനായി നാട്ടുകാർ മുൻകൈയെടുത്ത് കണ്ണൂർ SBTയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല. ബാക്കി ഫേസ്ബുക്കിലോട്ടെല്ലാം നമ്മൾ അവരെ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും, പക്ഷേ വലിയ പൈസ ഒന്നും വന്നിട്ടില്ല, ചെറിയ പൈസ വന്നിട്ടില്ല. രേഷ്മേൻ്റെ പേരിൽ തന്നെ അക്കൗണ്ട് ഉള്ളത്. രേഷ്മ SBT മെയിൻ ബ്രാഞ്ച് കണ്ണൂർ. രേഷ്മ രോഗവിമുക്തയാകണമെങ്കിൽ ചികിത്സാ ചെലവ് ഇനത്തിൽ ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരും. ഈ നിർധന യുവതിയുടെ ചികിത്സാ ചെലവിലേക്കായി കാരുണ്യ മനസ്സുകൾക്ക് 671064508117 എന്ന അക്കൗണ്ട് നമ്പറിൽ സംഭാവന നൽകാവുന്നതാണ്. ഒരു മനുഷ്യായുസിൻ്റെ വേദന രേഷ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. രേഷ്മയുടെയും ബന്ധുക്കളുടെയും നിസ്സഹായാവസ്ഥ കാഴ്ചയ്ക്കപ്പുറം പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ്. കാരുണ്യത്തിൻ്റെ ഉറവ് പറ്റാത്ത മനസ്സുകൾ രേഷ്മയുടെയും ബന്ധുക്കളുടെയും ദുഃഖം കാണുമെന്ന് കാഴ്ചയ്ക്കപ്പുറത്തിന് ഉറപ്പുണ്ട്.